നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് ഈ വമ്പൻ പരിശീലകര് ബയേണിൻ്റെ പരിശീലക സ്ഥാനം വേണ്ടെന്ന് വെക്കുന്നത്? അതിപ്പം തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തോമസ് ടുഷേൽ ഈ ഒരു സീസണിൻ്റെ അവസാനത്തോടു കൂടി താൻ പടിയിറങ്ങുകയാണ് എന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് മുതൽ വ്യത്യസ്ത പരിശീലകരെ ബയേൺ അപ്രോച്ച് ചെയ്തു. സാബി അലോൺസോ ഇല്ല എന്ന് പറഞ്ഞു, ജൂലിയൻ നെഗൽസ്മൻ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ എല്ലാം ശരിയാക്കി പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരുന്ന ബയേണിനോട് ഇല്ല, ഞാനും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് റാൽഫ് റാഗ്നിക്ക്. ഇതിപ്പം ഫബ്രീസിയോ റൊമാനോ തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റാൽഫ് റാഗ്നിക്ക് ഒഫീഷ്യലായിട്ട് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. റാൽഫ് ഇക്കാര്യം പറയുന്നത് തൻ്റെ പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇതിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഏതായാലും ഫബ്രീസിയോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ബയേൺ വെയിറ്റ് ചെയ്യുകയായിരുന്നു. റാൽഫ് റാഗ്നിക്ക് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്താൽ ഉടൻ അടുത്ത ആഴ്ച അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടി ബയേൺ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ പേഴ്സണൽ റീസൺ പറഞ്ഞ് റാൽഫ് റാഗ്നിക്ക് ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സാബി അലോൺസോ ആൻഡ് ജൂലിയൻ നെഗൽസ്മൻ ഓൾസോ റാൽഫ് റാഗ്നിക് സേസ് നോട്ട് ടു ബയേൺ എന്നാണ് കൃത്യമായിട്ട് ഫബ്രീസിയോ തന്നെ പറയുന്നതാണ്. അപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമുള്ള ആളാണല്ലോ ഫബ്രീസിയോ. മറ്റാളുകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഫബ്രീസിയോ തന്നെ നമ്മൾ പറയാൻ കാരണം ഇത് നമ്മുടെ നാട്ടിലെ ആരാധകർക്ക് വിശ്വാസയോഗ്യനായിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം സാബി അലോൺസോ നോ പറഞ്ഞു, ജൂലിയൻ നെഗൽസ്മൻ നോ പറഞ്ഞു, ഇപ്പോഴിതാ റാൽഫ് റാഗ്നിക്കും നോ പറഞ്ഞിരിക്കുകയാണ് ബയേണിനോട്. ഇനി എന്താണ് റാൽഫ് റാഗ്നിക്ക് പറഞ്ഞത് എന്ന കാര്യം കൂടി നോക്കാം. അദ്ദേഹം പറയുന്നു, ഞാനിപ്പം ഓസ്ട്രിയൻ ടീമിൻ്റെ കോച്ചാണ്, പൂർണ്ണ ഹൃദയത്തോടുകൂടി ഞാൻ ഓസ്ട്രിയൻ ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ബയേണിനോടുള്ളൊരു റിജക്ഷൻ ആയിട്ട് കാണേണ്ടതില്ല. അതേസമയം എൻ്റെ ടീമിനോട്, ഞങ്ങളുടെ കോമൺ ഗോളിനോട് ഞാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഓസ്ട്രിയയോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്ന് കണ്ടാൽ മതി എന്നാണ് റാൽഫ് റാഗ്നിക്ക് പറഞ്ഞത്. ചുരുക്കത്തിൽ ബയേണിലേക്ക് റാൽഫ് ഇല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.